ഇഞ്ചി ചെറുങ്ങനെ കൊത്തിയരിയുക, ഇതും പച്ചമുളകും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കിയില്ലേ അതിലേക്ക് ഇത് നല്ലോണം വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് ഇതിൻ്റെ അകത്തൊന്നിട്ട് ഈ പുളി നല്ലോണം മുറുക്ക പിഴിഞ്ഞിട്ട് നല്ലോണം കുറുക്കിയെടുക്കണം. എന്നിട്ട് ആ കുറുകി വരുമ്പോൾ നമ്മൾ ഉലുവയും ഉഴുന്നും പരിപ്പും കൂടി നല്ലോണം വറുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലിടണം. എന്നിട്ട് കുറുക്കിയെടുക്കുക. എന്നാൽ പുളിയിഞ്ചിയായി. മുളക് ഇല്ല. ഇതേ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നല്ലോണം പുളീൻ്റെ ആദ്യം വെള്ളത്തിലിട്ട് കഴുകിയിട്ട് നമ്മൾ നല്ലോണം ഇത് പിഴിഞ്ഞിട്ട് ഇതെടുക്കണം. മറ്റേത് 3 പ്രാവശ്യം എടുത്തിട്ട് ഇതിൻ്റെ അകത്താന്ന് ഇത് കുറുക്കിയെടുത്തിട്ട് ഇതിൽ സാധനങ്ങൾ ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ വാട്ടിയിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് ഇതിലിടണം. ഇത് ഉഴുന്നാണ്. ഇത് നമ്മൾ പുളിയിഞ്ചിയിലേക്കുള്ള ഉഴുന്ന് വറക്കുകയാണ്. ഇതും കുറച്ച് ഉലുവ ഇട്ടിട്ട് 2 പൊടി നല്ലോണം പൊരിഞ്ഞ് വറുത്ത് പൊടിച്ചിട്ട് ഈ പുളിയിഞ്ചിയിലേക്ക് ഒഴിക്കണം. ഇതാദ്യം വറുത്ത് വെക്കുക. ഉലുവ 1 മണി ഇതിൻ്റെ കൂടി ഇടുക, ഉഴുന്നിൻ്റെ കൂടെ. രണ്ടും കൂടിയും വറക്കുക. അരി നീലിടാൻ പറ്റൂല. അരി 1 മണി ഇടുന്നുണ്ട് ഇതിലേക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട്. ഒരു പോങ്ങേരി. മൂന്നും കൂടി നല്ലോണം വറുത്തിട്ട് അമ്മിയിലിട്ട് പൊടിക്കുക. എന്നിട്ട് അവസാനമാണ് ഇത് നമ്മൾ എന്തിലിടുക, പുളിയിഞ്ചിയിലേക്ക്. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ നല്ലോണം പൊടിച്ചെടുക്കുക. അമ്മിയുമെന്ന് പൊടിച്ചാൽ ഇതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ അമ്മിയുമെന്ന് പൊടിച്ചെടുക്കുന്നത്. ഇത് പുളിയിഞ്ചി വറ്റിക്കാനുള്ള പുളി പിന്നെ വറ്റിക്കാനുള്ള കല അടുപ്പത്ത് വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ പാർന്നിട്ട് നമ്മൾ ഇഞ്ചി മുളകും ഇല്ല അരിഞ്ഞ് വെച്ചേ ഇത് ഈ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കണം. ഇതിങ്ങനെ ഇളക്കിയിട്ട് കൊണ്ടുവരണം. ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ലേശം മല്ലിപ്പൊടി ഇടും. വെല്ലം ഇടുന്നുണ്ട്. വെല്ലം, ശർക്കര. ഇത് കുറുകിയെടുത്തിട്ട് ഇതിൽ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച ചേരുവയുണ്ടല്ലോ, ഈ ഉഴുന്നും പൊടിയും അരിയും ഉലുവയും കൂട്ടി പൊടിച്ച് അത് ഇതിൻ്റെ അകത്തിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൂട്ടി ഇങ്ങനെ എടുക്കണം. ഇളക്കി കുറുകിയെടുത്താൽ നമ്മൾ നല്ല പുളിയിഞ്ചി. കറിവേപ്പിലിട്ട് ഇനി എല്ലാം കൂടി ഇളക്കി നല്ലോണം പതച്ച് കുറുകി വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ആ പൊടി ഉണ്ടല്ലോ ചേരുവ 3 ഐറ്റംസ് ഉണ്ടാക്കി പൊടിച്ച് വെച്ച സാധനം, അരിപ്പൊടി, ഉലുവ, ഉഴുന്ന് പൊടി, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കണം. എന്നിട്ട് കടുകും കപ്പൽ മുളക്, അതായത് വലിയ മുളക്, അതും കൂട്ടി ഒരൊറ്റ വറുത്തിടൽ. എന്നാൽ പുളിയിഞ്ചിയായി. നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച പൊടിയാണ് ഇതിലിടുന്നത് കേട്ടോ. ഇതാ ഇതിന് വറവിടാൻ വേണ്ടിയിട്ടാണ് ചട്ടി വെച്ച് വെളിച്ചെണ്ണ പകരുന്നത്. ഇനി ഇതിൽ കടുക് ഇടണം,
എന്നിട്ട് ചുവന്ന മുളക് മുറിച്ചിട്ടിട്ട് ഇതിന് വറവിടണം. എന്നാൽ പുളിയിഞ്ചിയായി. ലേശം ഉലുവ ഇടുന്നുണ്ട്. ഇനിയിപ്പം കുറച്ച് ചുവന്ന മുളക് ഇടണം. ഇതാ ചുവന്ന മുളകായി ഇടുന്നത്. ഇത് ചുവന്നിട്ട് നമുക്ക് പുളിയിഞ്ചിയിലേക്ക് ചെരിയാം. പുളിയിഞ്ചിയായി കേട്ടാ. ഓണത്തിന് വേണ്ടുന്ന ഒരു സ്പെഷ്യൽ കൂടി നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞു, പുളിയിഞ്ചി. ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ ഉണ്ടാക്കിയ മാതിരി ഒരു പുളിയിഞ്ചി നിങ്ങൾ ഉണ്ടാക്കി നോക്കി, ഒരു വ്യത്യസ്തമായിട്ടുള്ള. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു പുളിയിഞ്ചി ഉണ്ടാക്കിയതായിട്ട് തോന്നും.